എടിയും നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ കുറ്റപത്രം ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനൽ ചർച്ച ചെയ്യുന്നത് എല്ലാവരും കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് പി ദിവ്യ കുറ്റവാളിയാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം ആ മൊഴി മൊത്തം പരിശോധിക്കുമ്പോൾ കളക്ടർ ദിവ്യയ്ക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്തിരിക്കുകയാണ്. അതെന്തോ അപരാധം പോലെ പറയുകയാണ്. ഒരിടത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി മാറിയവർ അവർക്ക് അറിയാവുന്ന കാര്യം ആ ക്രൈമുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്മീഷൻ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യം പങ്കുവെക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആരെയെങ്കിലും വിവാദത്തിൽപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ നിഷ്പക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഈ ചില സ്ലീപ്പിംഗ് പിൽസുകളായിട്ട് ഇരുന്നതിന് ശേഷം അവരെല്ലാം കൂടി പെട്ടെന്നൊരു വികാരമായി ഉണർന്നുകൊണ്ട് അവർക്കെതിരെ ഒരു കഥ മെനയുകയാണ്. അത് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന ഈ വലതുപക്ഷ മനോഭാവക്കാർ നേതൃത്വത്തിൽ രൂപം കൊടുക്കുന്ന ചില കഥകളുണ്ട്. അത് അതേപടി ഏറ്റുപാടി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾക്ക് അതീതമായി അവരുടെ ഉള്ളിലെ ആ വഴിപിഴച്ച തോന്നലുകളുണ്ട്. ആ വഴിപിഴച്ച തോന്നലുകൾക്ക് കൃത്യമായിട്ട് ആരിരയായിരിക്കണം, ആരാണോ ആരോപണ വിധേയർ അവർ ഇരയായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. ആ ഒരു നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് ഈ സന്ദർഭത്തിൽ ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്